Welcome to ADA 24/7. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AAI ATCയുടെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: Which of the following constitutional amendment act reduce the voting age from 21 to 18 years? അതായത് 21 വയസ്സായിരുന്നു പണ്ടത്തെ വോട്ടിംഗ് ഏജ് ഉണ്ടായിരുന്നത്, അത് 18 വയസ്സിലേക്ക് കുറച്ചതായിരുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് അങ്ങനെ കുറച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 61st Constitutional Amendment Act of 1988. ഓപ്ഷൻ ബി 61st Constitutional Amendment Act of 1987. ഓപ്ഷൻ സി 65th Constitutional Amendment Act of 1990. ഓപ്ഷൻ ഡി none of the above. ഏതാണ് വരുന്നത്? പറയുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ, ഏതാണ് വരുന്നത്? അറിയുന്നവർ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറയാം ഏതാ വരുന്നത്. സോ നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് വരുന്നത്. 61st Constitutional Amendment Act of 1988 അനുസരിച്ചാണ് 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് എന്ത് മാറ്റിയത്? വോട്ടിംഗ് ഏജ് മാറ്റിയത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. When was രാജ്യസഭ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? അതായത് നമ്മുടെ രാജ്യസഭ എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1952, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1954, ഓപ്ഷൻ ഡി 1955. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അപ്പൊ ഉത്തരം അറിയെങ്കിലും കമന്റ് ചെയ്തോളൂ, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഉത്തരം നമുക്ക് നോക്കാം ഏതാ വരുന്നതെന്ന്. ഓപ്ഷൻ എ ആണ്. 1952 ആദ്യമായിട്ട് രാജ്യസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. Which of the following provided that the term of office of a member of the Rajya Sabha shall be 6 years എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ രാജ്യസഭയിലെ ഒരു മെമ്പർക്ക് എന്തായിരുന്നു, എത്രയാണ് ഇയർ ചോദിക്കും, അതായത് എത്ര വർഷമാണ് അതിന്റെ ടെന്യൂർ, കാലാവധി എത്രയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ 6 വർഷം എന്നാണ് പറയാറ്. ആ 6 വർഷം എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1951, ഓപ്ഷൻ ബി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1954, ഓപ്ഷൻ സി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1952, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഏതാണ് വരുന്നതെന്ന്. ഏതാണ് വരുന്നത്? കമന്റ് ചെയ്തോളൂ ഉത്തരം അറിയെങ്കിൽ. ഏതായിരുന്നു വരുന്നേ? ഉത്തരം നമുക്ക് നോക്കിയാലോ ഏതാ വരുന്നതെന്ന്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ദി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ടാണ് എന്തായിരുന്നു ഈ രാജ്യസഭയുടെ ഒരു മെമ്പറിന്റെ കാലാവധി 6 വർഷം എന്നാക്കിയേ. അപ്പൊ ശരിക്കും 6 വർഷം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 6 വർഷം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത്, who is the ex officio chairman of Rajya Sabha? Option A President, Option B Prime Minister, Option C Senior Most Member of the Rajya Sabha, Option D none of the above. അപ്പൊ ഏതായിരുന്നു വരുന്നത്? അതായത് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ ഉത്തരം ആരെങ്കിലും കമന്റ് ചെയ്തോളൂ, ആരാണ് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത്? പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് രാജ്യസഭയാണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഏതായിരുന്നു വരുന്നത്? നൺ ഓഫ് ദി അബോവ്, സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ദി രാജ്യസഭ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഏതാണ് വരുന്നത്? ഉത്തരം അറിയാവോ? ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, നൺ ഓഫ് ദി അബോവ്. അതായത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരാ? നമ്മുടെ വൈസ് പ്രസിഡന്റിനെയാണ് പറയുന്നത്. ആരാണോ നമ്മുടെ രാജ്യത്തെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണ് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് രാജ്യസഭയുടെ ചെയർമാൻ ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ഒഫീഷ്യോ എന്ന്. ഒരേ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാള് ആ പദവിയിൽ ആയതുകൊണ്ട് മാത്രം മറ്റൊരു പദവിയിലേക്ക് ആകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ എക്സ് ഒഫീഷ്യോ എന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. അപ്പൊ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത്, under which of the following provisions did the institutions of speaker
ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഒറിജിനേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ എന്തായിരുന്നു പറയുന്നത്? അപ്പൊ നമ്മുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ലോക്സഭയിൽ കേട്ടിട്ടുണ്ടല്ലോ, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് നമ്മളത് എടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഓപ്ഷൻ ബി ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909, ഓപ്ഷൻ സി ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരുന്നത്? ഉത്തരം അറിയാവോ? ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഉത്തരം അറിയാവോ? ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഉത്തരം അറിയാവോ? ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഉത്തരം. ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. ഉത്തരം ഞാൻ പറയട്ടെ. ഓപ്ഷൻ എ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാം. The budget session of parliament occurs in which of the following months? Option A July to September, option B February to June, option C November to December, option D February to May. ഏതാണ് വരുന്നത്? The budget session of parliament occurs in which of the following months? July to September, February to June, November to December, February to May. ഏതാണ് വരുന്നത്? ബജറ്റ് സെഷൻ ജ്യോതി ലക്ഷ്മി എ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം ഏതാണെന്ന്. ഫെബ്രുവരി ടു മെയ് ആണ്. ഫെബ്രുവരി ടു മെയ് ആണ് എന്ത് വരുന്നത്? ബജറ്റ് സെഷൻ വരുന്നത്. അപ്പൊ ബജറ്റ് സെഷൻ എപ്പോഴാണ് വരുന്നത്? ഫെബ്രുവരി ടു മെയ് ആണ് കേട്ടോ. ഇനി അടുത്തത്, which of the following articles mentions about the public account of India? അപ്പൊ നമ്മുടെ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 266, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 267, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 268, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 270. ഏതാണ് വരുന്നത്? which of the following article mention about the public account of India? അപ്പൊ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. അറിയാവോ ഇതിന് ഉത്തരം? പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? 266 ആണോ, 267 ആണോ, 268 ആണോ, 270 ആണോ? ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 266 ആണ്. ആർട്ടിക്കിൾ 266 ആണ് വരുന്നത്. ഇനി അടുത്തത്, when was the Supreme Court of India inaugurated എന്നാണ്. എപ്പോഴാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇനോഗ്രേഷൻ ഒക്കെ നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20th August 1950, ഓപ്ഷൻ ബി 28th January 1950, ഓപ്ഷൻ സി 30th January 1950, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഏതാണ് വരുന്നത്? നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്തത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സുപ്രീം കോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയിലാണ് സുപ്രീം കോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ സുപ്രീം കോർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്, അതുപോലെ തന്നെ എത്രാമത്തെയാണ് ചീഫ് ജസ്റ്റിസ്, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്, ആദ്യ മലയാളി ചീഫ് ജസ്റ്റിസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ്, അങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ജ്യോതിലക്ഷ്മി ബി ആണ് പറയുന്നത്. ജ്യോതിലക്ഷ്മി ബി ആണ് പറയുന്നത്. ഉത്തരം നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. 1950 ജനുവരി 28-ാം തീയതിയാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഇനോഗ്രേഷൻ ഒക്കെ നടന്നത് കേട്ടോ. ഇനി അടുത്തത്, which of the Constitutional Amendment Act replaced the collegium system of appointing judges to the Supreme Court and High Court with a new body called National Judicial Appointment Commission എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഈ താഴെ പറയുന്ന ഒരു അമെന്റ്മെന്റ് പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സുപ്രീം കോടതിയിൽ ഒരു കൊളീജിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നത്. അത് പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സിസ്റ്റം ഏതാണ് എന്നാണ്, അത് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മുടെ NJAC വന്നത്? NJAC എന്ന് പറയുമ്പോൾ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 99th Constitutional Amendment Act of 2014, ഓപ്ഷൻ ബി 98th Constitutional Amendment Act of 2013, ഓപ്ഷൻ സി 99th Constitutional Amendment Act of 2013, ഓപ്ഷൻ ഡി 98th Constitutional Amendment Act of 2014. ഏതാണ് പറയുന്നത്? ഏതാണ് പറയുന്നത്? ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ.
ഏതാണ്? അപ്പൊ ഉത്തരം അറിയാമോ നിങ്ങൾക്ക്? ഉത്തരം അറിയെങ്കിൽ നമുക്ക് നോക്കാം. ഉത്തരം അറിയാവോ? ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം കേട്ടോ. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ. സോ നമുക്ക് ആൻസർ നോക്കിയാൽ ഏതാ വരുന്നതെന്ന്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2014 ആണ് വരുന്നത്. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2014 ആണ് വരുന്നത്. ജ്യോതിലക്ഷ്മി സുപ്രീം കോടതി പേരിൽ എടുത്തു കഴിഞ്ഞാണോ? ഓക്കെ, ഇനി അടുത്തത്. ആൻസർ കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പാർലമെന്റും സുപ്രീം കോടതി നമ്മൾ എത്തിയിട്ടുണ്ടോ? ജ്യോതിലക്ഷ്മി ഏതൊരു ബാച്ചിലുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിക്കുന്നത്. ആൻസർ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. Which of the Constitutional Amendment Act facilitated the appointment of the same person as a governor for 2 or more states എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നത് 5th Constitutional Amendment Act of 1954. ഓപ്ഷൻ ബി പറയുന്നത് എന്തായിരുന്നു? 6th Constitutional Amendment Act of 1955. ഓപ്ഷൻ സി പറയുന്നത് 7th Constitutional Amendment Act of 1956. ഓപ്ഷൻ ഡി പറയുന്നത് 8th Constitutional Amendment Act of 1957. ഏതായിരുന്നു? ഇല്ല. ഓക്കെ, ഫൈൻ. ഏതായിരുന്നു പറയുന്നത്? Which of the Constitutional Amendment Act facilitated the appointment of the same person as a governor for 2 or more states? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ എന്നാണ്. പക്ഷെ അത് അമെൻഡ് ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയാണ്, രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റ്സിന് ഒരു സിംഗിൾ ഗവർണർ ഉണ്ടായാലും യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏത് ഭേദഗതിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭേദഗതിയാണ്? അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഏത് ഭേദഗതിയാണ്? ഏത് ഭേദഗതിയാണ്? ഏത് ഭേദഗതിയാണ്? അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. സോ നമുക്ക് ഉത്തരം നോക്കാം ഏതാണെന്ന്. ഓപ്ഷൻ സി ആണ് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1956. അതായത് 7ാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരം നമ്മൾ പറയുന്നു ഒരു ഗവർണറോ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റിന് കോമൺ ആയിട്ടിരുന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, which part of the Indian Constitution deals with the organization, composition, duration, officers, procedures, privileges, powers and so of the Indian state legislature? അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് പാർട്ടിലാ പറയുന്നതെന്നാണ് പറയുന്നത്. പാർട്ട് 6, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ഏത് പാർട്ടിലാണ്? ഓക്കെ, ആനന്ദ് നേരത്തെയാണ് ആൻസർ പറഞ്ഞത്. ശരിയാണ് കേട്ടോ ആനന്ദ്, സി തന്നെയായിരുന്നു നേരത്തെ ആൻസർ. ഇതിൽ ഏതാ വരുന്നേ? ഇതിൽ അറിയാവോ ഏത് പാർട്ടാ വരുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് പാർട്ടാണ് വരുന്നത്? അറിയുന്നവർ കമന്റ് ചെയ്തോളൂ ഏത് പാർട്ടാണ് വരുന്നതെന്ന്. ഏത് പാർട്ടാ വരുന്നേ? സോ നമുക്ക് ആൻസർ നോക്കാം. ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കിയാലോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. പാർട്ട് 6ലാണ് വരുന്നത് കേട്ടോ. ഇനി പാർട്ട് ഇത് നേരെ ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്നത് മാറിയിട്ട് യൂണിയൻ എന്ന് പറയുമ്പോൾ പാർട്ട് 5 ആണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ പാർട്ട് 3 ആണ് വരുന്നത്. അതുപോലെ തന്നെ DPSP എന്ന് വരുമ്പോൾ എന്തായിരുന്നു? പാർട്ട് സി ആണ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെഫേഴ്സ് ടു ദി terminating a sitting of the state legislature for indefinite period. അപ്പൊ indefinite period എന്ന് പറയുമ്പോൾ ഇത്ര കാലാവധി എന്ന് പറയാതെ സസ്പെൻഡ് ചെയ്യാണ് വിത്തൗട്ട് സ്പെസിഫൈഡ് ടൈം. ഓപ്ഷൻ എ, അതായത് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിടുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഇന്ന സമയം വീണ്ടും കൂടാമെന്ന് പറയുന്നില്ല, ഒരു ഡേറ്റ് ഒന്നും പറയാതെ പിരിച്ചുവിടുകയാണ്. അങ്ങനെയുള്ളതിന് എന്ത് ടേം ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സമനിങ്, ഓപ്ഷൻ ബി adjournment sindai, ഓപ്ഷൻ സി പ്രൊറോഗേഷൻ, ഓപ്ഷൻ ഡി ഡിസൊല്യൂഷൻ. ഏതാണ് വരുന്നത്? അനന്തൻ നേരത്തെ ആണ് എന്ന് പറഞ്ഞത് ശരിയാണ്. അനന്തൻ നേരത്തെ തന്നെയായിരുന്നു. ഏതാണ് വരുന്നത്? സസ്പെൻഡ് ചെയ്യാണ്. അതായത് ലെജിസ്ലേച്ചറിന്റെ ഒരു സിറ്റിങ്ങിനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സിറ്റിങ്ങിനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല, ഇന്ന സമയത്ത് കൂടാട്ടോ എന്ന് പറഞ്ഞ കൃത്യമായിട്ട് ഡേറ്റ് ഒന്നും പറയുന്നില്ല. അതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു പേര്? അപ്പോ ഉത്തരം
അറിവെങ്കിൽ കമന്റ് ചെയ്തോളൂ. എന്താണ് വരുന്നേ? അറിവെങ്കിൽ കമന്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരത്തിലേക്ക് പോയാലോ നമുക്ക്? ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, അഡ്ജേൺമെന്റ്സ് ഉണ്ടായി. അഡ്ജേൺമെന്റ്സ് ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആർക്കാണ് ഇവിടെ പിരിച്ചുവിടാൻ പറ്റുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ആരായിരുന്നു? ഇവിടെ ചെയർമാൻ ആണ്, അതുപോലെ തന്നെ ഇവിടെ സ്പീക്കർ. ഇനി സ്റ്റേറ്റിൽ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലോ, സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അവിടെയും സ്പീക്കർ, കൗൺസിലാണെങ്കിൽ എന്തായിരുന്നു? ചെയർമാൻ. ഇവിടെ അസംബ്ലിയിലാകുമ്പോൾ സ്പീക്കർ, കൗൺസിലാകുമ്പോൾ ചെയർമാൻ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഇൻഡെഫിനൈറ്റ് പീരീഡിലേക്ക് സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വേറൊരു കാര്യം കൂടി ആലോചിക്കണേ. എന്തായിരുന്നു? സിറ്റിംഗ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്. ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? പ്രിസൈഡിംഗ് ഓഫീസർക്ക് പറ്റില്ല. അതിന് പകരം പ്രസിഡന്റിന് മാത്രമാണ് എന്തായിരുന്നു? ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രസിഡന്റിന് മാത്രമാണ് ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സമ്മണിങ് എന്ന് പറയുമ്പോൾ എന്താ? സഭ വിളിച്ചു കൂട്ടലാണ്. അതിനും ആർക്കാണ് പറ്റുന്നത്? പ്രസിഡന്റിനാണ്. യൂണിയൻ ലെവലില്, സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോ അത് ആർക്കാവും? അത് ഗവർണർക്കുള്ള അധികാരമാകും. അതുപോലെ പ്രൊറോഗേഷൻ എന്ന് പറയുമ്പോൾ ആ സെഷൻ പിരിച്ചുവിടുകയാണ്. അതും പ്രസിഡന്റിന് മാത്രമാണ് സാധിക്കുന്നത്. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമുക്ക് ലോക്സഭയെ മാത്രമേ ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, രാജ്യസഭയെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണല്ലോ രാജ്യസഭ. അതുകൊണ്ട് രാജ്യസഭയൊന്നും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ലോക്സഭയെ മാത്രമേ ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പ്രസിഡന്റിനാണ് പറ്റുക കേട്ടോ. അപ്പൊ സിറ്റിങ്ങിന് മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞത് ഇൻഡെഫിനൈറ്റ് പീരീഡ് ആണ്. അപ്പൊ ചിലപ്പോൾ ചോദ്യം ഡെഫിനൈറ്റ് പീരീഡ് ആയിരിക്കും. അപ്പൊ ഡെഫിനൈറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? കൃത്യമായിട്ട് ഒരു സ്പെസിഫൈഡ് ടൈം എന്തായിരുന്നു പറയും. അതായത് ഇപ്പൊ പിരിച്ചുവിടുകയാണ്, നാളെ രാവിലെ നമ്മൾ കൂടാം. ഇപ്പൊ പിരിച്ചുവിടുകയാണ്, അടുത്ത ആഴ്ച കൂടാന്ന് പറയുന്നത് എന്തായിരുന്നു? അത് നമ്മൾ അഡ്ജേൺമെന്റ് എന്ന് മാത്രം പറയും കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് സമയം പറയാതെ പിരിച്ചുവിടുന്നതിന് അഡ്ജേൺമെന്റ്സ് ഉണ്ട് എന്നും, സമയം പറഞ്ഞിട്ട് പിരിച്ചുവിടുന്നതിന് അഡ്ജേൺമെന്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ശരിയാണ് ജ്യോതിലക്ഷ്മി, ബി ആണ് വരുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സോണൽ കൗൺസിൽ. അപ്പൊ സോണൽ കൗൺസിലേക്ക് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആക്ട് ആയിരുന്നു വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1955. ഓപ്ഷൻ ബി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956. ഓപ്ഷൻ സി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1958. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഏതാണ് വരുന്നത്? വരുന്നെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? അറിയാവോ ആർക്കെങ്കിലും ഏതാണ് വരുന്നത്? അറിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഉത്തരം പറയും. ഉത്തരം പറഞ്ഞോട്ടെ ഏതാ വരുന്നതെന്ന്. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം പറയാണ് ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956 പ്രകാരമാണ് എന്ത് വരുന്നത്? സോണൽ കൗൺസിൽസ് വരുന്നത്. നമ്മുടെ സ്റ്റേറ്റ്സിന് സോണൽ ആയിട്ടാണ് ഇതിൽ തിരിക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ആർ ഇൻവോൾവ് ഇൻ റാവി ആൻഡ് ബിയാസ് റിവർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ. അപ്പൊ എന്തായിരുന്നു? റാവി, ബിയാസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പോ രവിയും അതുപോലെ തന്നെ ബിയാസും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ആ ഡിസ്പ്യൂട്ട്സില് തർക്കങ്ങളുണ്ട്. അപ്പൊ ആ ഏതൊക്കെ സ്റ്റേറ്റുകൾ തമ്മിലാണ് ഇതിന്റെ പേരിൽ തർക്കിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ലാസ്റ്റത്തെ ബി ആണ് ആനന്ദ് പറഞ്ഞു. ഓക്കെ, ഫൈൻ. അപ്പൊ ശരിയാണ്, ബി ശരിയാണ് കേട്ടോ. അപ്പൊ ഇതെന്തായിരുന്നു? ഏതൊക്കെ സ്റ്റേറ്റുകൾ തമ്മിലാണ് ഈ തർക്കം ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പഞ്ചാബ്, ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. ഓപ്ഷൻ ബി ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ സി പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഹരിയാന. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഉത്തരം വരുന്നത്? രവിയും അതുപോലെ തന്നെ ബിയാസും തമ്മിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ടില് ഉള്ള രാജ്യങ്ങളല്ല, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ സംസ്ഥാനങ്ങൾ വരുന്നത്? ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നത്? എ എന്നാണ് ആനന്ദ് പറയുന്നത്. ഓക്കെ, ആനന്ദ് എ പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? സി ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാനയാണ് വരുന്നത് കേട്ടോ. പഞ്ചാബ്, രാജസ്ഥാനും ഹരിയാനയാണ് വരുന്നത് കേട്ടോ. ഗുജറാത്ത് അല്ല, ഹരിയാനയാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ഈസ് ഓർ ആർ കോമൺ ഇൻ കൃഷ്ണ റിവർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ആൻഡ് സെക്കൻഡ് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ. അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനം എന്തായിരുന്നു?
ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളോ 3 വാട്ടർ ഡിസ്പ്യൂട്ടിലും കോമൺ ആയിട്ടുണ്ട്. അതായത് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ടില്, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടില്, സെക്കൻഡ് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ടില് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത്, ഓക്കെ, കോമൺ ആയിട്ട് വരുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് വരുന്നത്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. അതായത് കോമൺ ആയിട്ടാണ് ഈ 3 വാട്ടർ ഡിസ്പ്യൂട്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതോ എല്ലാ സ്റ്റേറ്റും ആണോ, അല്ലെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വരുന്നുണ്ടോ? ഇതാണ് ചോദ്യം. കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ടിലും കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടിലും സെക്കൻഡ് കൃഷ്ണ വാട്ടർ ഡിസ്പ്യൂട്ടിലൊക്കെ വരുന്ന ആ ഒരു സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാവോ ഉത്തരം ഏത് സംസ്ഥാനാണെന്ന്? അറിയാവോ ഉത്തരം ഏത് സംസ്ഥാനാണെന്ന്? അപ്പൊ ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറയാം. ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ ഏതാണെന്ന്? സോ ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, കർണാടകയാണ് വരുന്നത് കേട്ടോ. കർണാടകയാണ് വരുന്നത്. അപ്പൊ 3 വാട്ടർ ഡിസ്പ്യൂട്ടിലും കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ കർണാടക സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് AAI ATCയുടെ ബാച്ച് നമുക്കുണ്ട്. അപ്പൊ ഒരു ക്രാഷ് ബാച്ച് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ. Y681 ആണ് നമ്മുടെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. Y681 അതിന്റെ കോഡാണ്. ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പുതിയ LDCയുടെ ബാച്ച്, ഉദ്യോഗ 2024 എന്ന് പറയുന്ന LDCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മുഴുവൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ മെന്റർ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ബാച്ചിൽ. അപ്പൊ ഇതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 1000 സംതിങ് മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ Y681 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. Y681 എന്ന കോഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ബൈ. എല്ലാവരും നന്നായി പഠിക്കട്ടെ. ഞായറാഴ്ച ആണെന്നുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കണ്ട.